ഹരി റയാൻഷിന്റെ അടുത്തേക്ക് നടന്നതും പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ വാതിലിടിച്ച് തുറന്ന് അകത്തേക്ക് കയറി വന്നു. കിച്ചു. ടെൻഷൻ അടിച്ച മുഖവുമായി നിൽക്കുന്ന ശിവശങ്കരനെ കണ്ടതും റയാൻഷ് ചെയറിൽ നിന്നും എഴുന്നേറ്റു. മാധവൻ ചതിച്ചു. നമ്മൾ കൊടുത്ത ഡീൽ അവൻ വേറൊരു വിദേശ കമ്പനിക്ക് കൊടുത്തു. നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തു വിട്ടിരിക്കുന്നു. അതും പറഞ്ഞിട്ട് ശിവശങ്കർ റയാൻഷിന്റെ മുന്നിലെ ചെയറിലേക്ക് ഇരുന്നതും റയാൻഷ് നോക്കിയത് അദ്ദേഹത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ഹരിയുടെ മുഖത്തേക്കാണ്. റയാൻഷിന്റെ മുഖത്തെ അതേ ഞെട്ടൽ തന്നെ ഹരിയുടെ മുഖത്തുമുണ്ട്. നീ അറിഞ്ഞുകൊണ്ടാണോ? റയാൻഷ് ഹരിയുടെ അടുത്തേക്ക് നടന്നു വന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോഴാണ് ശിവശങ്കർ തിരിഞ്ഞു നോക്കുന്നത്. മുന്നിൽ ഹരിയെ കടന്നും അദ്ദേഹം ചെറിയിൽ നിന്നും എഴുന്നേറ്റ് ഹരിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. കുടുംബത്തോടെ ഞങ്ങളെ ചതിക്കാൻ ഇറങ്ങിയതാണോടാ? നിന്റെ അച്ഛനെ വിശ്വസിച്ചേൽപ്പിച്ചു കൊടുത്ത ഡീൽ വേറെ മറച്ചു വിറ്റു അല്ലേ? നിന്റെ പെങ്ങളെ വെച്ച് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതൊന്നും പോരാ എന്ന് തോന്നിയോ? ഹരിയുടെ കോളറിൽ കുത്തിപ്പിടിച്ച് അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ടാണ് ഹരിയോട് അദ്ദേഹം ചോദിക്കുന്നത്. ഹരിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഞെട്ടലോടെ ആ നിൽപ്പ് നിൽക്കുകയാണ്. അച്ഛൻ അങ്ങനെ ചെയ്തോ എന്നൊരു ചിന്തയിലാണ് അവൻ. ചെയ്യും, മകളെ വെച്ച് ബിസിനസ് നടത്തിയ ആളല്ലേ, അങ്ങനെ ചെയ്യും. അച്ഛാ, അവനെ വിട്. അവൻ അറിഞ്ഞുകൊണ്ടല്ല. ഹരിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തിനൊരു ദേഷ്യമുണ്ടെങ്കിൽ കൂടെയും ആ സമയത്ത് അത് കാണിക്കാൻ റയാൻഷിന് തോന്നിയില്ല. കാരണം അവന്റെ മുഖത്ത് തന്നെ അവനത് അറിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണ്. പിന്നെ അവനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യവുമില്ല. ആരറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇവന്റെ പെങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്ന നിമിഷം മുതൽ നമുക്ക് നഷ്ടങ്ങളാ. ഹരി എന്ന പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ശിവശങ്കർ റയാൻഷിനെ നോക്കി പറഞ്ഞു. ഒപ്പം ചേർന്നിരിക്കുകയും ചെയ്തു. ചുളിവ് വീണ ഷട്ടം നേരെയാക്കിക്കൊണ്ട് ഹരി റയാൻഷിന്റെ മുഖത്തേക്ക് നോക്കി. ഈ അഭിപ്രായം നിനക്കുണ്ടോ? എന്റെ പെങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നത് മുതൽ നിനക്ക് കഷ്ടകാലമാണെന്ന ചിന്ത നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഈ നിമിഷം പറയണം. പറയും, ഇനിയും പറയും. ഏത് നേരത്താണാവോ നിന്റെ പെങ്ങളെ ഞങ്ങളെ കുടുംബത്തിലേക്ക് കെട്ടിയെടുക്കാൻ തോന്നിയത്? ബിസിനസ് വെച്ച് മകളെ വില പറഞ്ഞ സമയം തന്നെ ഇതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് പെണ്ണും വേണ്ടെന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു. അതും ചെയ്തില്ല. അവിടെയാണ് ഞങ്ങൾക്ക് പിഴച്ചത്. ഹരിയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് റയാൻഷല്ല, ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്ന വാസുദേവാണ് അങ്ങനെ പറഞ്ഞത്. ഹരി ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യത്തെക്കാൾ ഉപരി അവനെപ്പോൾ തോന്നിയത് സങ്കടമാണ്. കാര്യമില്ലാത്ത കാര്യത്തിന് അവന്റെ പെങ്ങളെ എല്ലാരും കൂടെ ഇങ്ങനെ തട്ടിക്കളിക്കുമ്പോൾ ഒരു വേദന. ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ പെങ്ങളോട് ഞങ്ങളെ ചെറുക്കൻ സംസാരിച്ചു. ഞങ്ങൾ വന്ന് സംസാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കും. ഞങ്ങൾക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. എങ്ങനെയാണെങ്കിലും എത്രയും വേഗം ഈ ബന്ധം പിരിയുന്നതാണ് നല്ലത്. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തോളാം. വാസുദേവ് പറഞ്ഞു നിർത്തുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയാലോ എന്ന ചിന്തയോടെ അവൻ തിരിഞ്ഞു നടന്നതും മുന്നിൽ ശിവശങ്കറിന്റെ വേറൊരു ഏട്ടൻ രവിശങ്കർ. നിന്റെ തന്തയുടെ ഈ നെറുകെട്ട കളിക്ക് തിരിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടില്ല. ചെയ്യും. പിന്നെ നിന്റെ പെങ്ങളുമായുള്ള ബന്ധം അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ബിസിനസ് വളരാൻ മകളെ ആർക്കൊക്കെ ഇതുപോലെ വിറ്റ് കാശാക്കിയിട്ടുണ്ടെന്ന് ആർക്ക് പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. അതിനു മുൻപ് ടേബിളിരുന്ന ഗ്ലോബൽ സ്റ്റാൻഡ് നിലത്തേക്ക് വീണിയതും റയാൻഷ് കത്തുന്ന കണ്ണുകളോടെ അവന്റെ വല്യച്ഛന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഹരിയുടെ കൈകൾ രണ്ടും അയാളുടെ കഴുത്തിൽ അമർന്നിരുന്നു. ശിവശങ്കറിന്റെയും വാസുദേവിന്റെയും ശ്രദ്ധ മുഴുവനും ഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ റയാൻഷിന്റെ മുഖമോ ഭാവമോ ഒന്നും ആരും ശ്രദ്ധിച്ചില്ല. അവന്റെ കൈകൊണ്ട് തട്ടിയിട്ട ഗ്ലോബൽ താഴേക്ക് വീണ് തകർന്നു കിടക്കുന്നതും ആരും കണ്ടില്ല. പറയടോ, താനിപ്പോ പറഞ്ഞത് ഒന്നുകൂടെ പറ. കഴുത്തിലെ പിടി ഒന്നുകൂടെ മുറുക്ക പിടിച്ചുകൊണ്ട് ഹരി അലറിക്കൊണ്ട് പറയുമ്പോൾ അയാൾ അവന്റെ കയ്യിൽ കിടന്നു പടഞ്ഞു. ശിവശങ്കറും വാസുദേവും ആദ്യത്തെ പകപ്പും മാറിയതും ഹരി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അപ്പോഴും റയാൻഷ് നിന്നിടത്തുനിന്ന് അനങ്ങിയില്ല. ഹരി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതുമില്ല. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. എന്റെ തന്ത എന്റെ പെങ്ങളുടെ പേരിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും കളിച്ച കളി അത് ഈ വിവാഹമാണ്. ഇനി ചെയ്യില്ല. ചെയ്യാൻ അയാളുടെ കയ്യോ നാവോ പൊങ്ങില്ല. അതുപോലെ തന്റെയും പൊങ്ങില്ല. ഹരി അതും പറഞ്ഞിട്ട് അയാളുടെ കഴുത്തിൽ പിടിച്ച ചുമരിനോട് ചേർത്ത് നിർത്തി ഉയർത്തിയതും വാസുദേവും ശിവശങ്കറും ഹരിയെ ബലമായി പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് മാറ്റി. ഇത്തിരിയധികം ബലം പിടിക്കേണ്ടി വന്നു ഹരിയുടെ കൈ അയാളുടെ കഴുത്തിൽ നിന്ന് പിടിവിട്ട് കിട്ടാൻ. വിടടോ, വിടാൻ. ഹരിയുടെ രണ്ട് കൈയിലും പിടിച്ചു നിൽക്കുന്നവരുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൻ ശരീരം ഒന്ന് ഇളക്കി. രവിശങ്കർ കഴുത്ത് അമർത്തി തടവി ചുമച്ചുകൊണ്ട് ചുമലേക്ക് ചാരി നിന്നു. റയാൻഷ് ഒന്നും മിണ്ടാതെ നെഞ്ചത്ത് കൈ കെട്ടി അവന്റെ ടേബിളിലേക്ക് ചാരി നിന്നു. എന്റെ പെങ്ങൾ നിങ്ങളുടെ ഈ നിൽക്കുന്ന മകന്റെ ജീവിതത്തിലേക്ക് വന്നത് മുതലല്ല, അവൾ ആ വീട്ടിൽ നിറങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് നഷ്ടം. ഇനി ഈ നഷ്ടം സംഭവിക്കും. സംഭവിക്കാതെ ഇരിക്കാൻ ഇനി അവൾ നിങ്ങളുടെ വീട്ടിൽ വരില്ല, തരില്ല. ഞാൻ നിങ്ങളായി ബന്ധം അവസാനിപ്പിക്കേണ്ട, ഞങ്ങളായി തന്നെ ഈ ബന്ധം അവസാനിപ്പിച്ചോളാം. അത്രയും വാസുദേവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ശേഷം അവൻ
റയാൻഷിന് നേരെ തിരിഞ്ഞു. ഒരു ഭാവവുമില്ലാതെ ഗൗരവം പിടിച്ച മുഖവുമായി നെഞ്ചിൽ കൈകെട്ടി നിൽക്കുന്നവനെ കണ്ടപ്പോൾ ആദ്യമൊന്ന് പൊട്ടിക്കാനാണ് അവന് തോന്നിയത്. ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? നിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടും ചങ്കുപൊട്ടി കരയുന്ന എന്റെ കൂടപ്പറപ്പിനെ കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് നിന്നോട് അവളെ സ്വീകരിക്കാൻ പറയാൻ വേണ്ടി വന്നതാ ഞാൻ. പക്ഷെ വേണ്ട, നിന്റെ വീട്ടുകാർക്ക് എന്റെ പെങ്ങളുടെ മേൽ ഇതുപോലൊരു സംശയമൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്റെ പെങ്ങളെ നിനക്ക് തന്നാൽ ശരിയാവില്ല. അവൾക്ക് ആ വീട് നരകമാകും. സ്വന്തം ഭാര്യയെക്കുറിച്ച് നിന്റെ വല്യച്ഛൻ ഇതുപോലൊരു കാര്യം പറഞ്ഞിട്ടും നീ കല്ലുപോലെ നിന്നില്ലേ? അതിൽ തന്നെയുണ്ട് എന്റെ പെങ്ങളോടുള്ള നിന്റെ ഇഷ്ടം. അതുകൊണ്ട് ഈ ബന്ധം ഇങ്ങനെ തീരട്ടെ. അത്രമാത്രം ഹരി റയാൻഷിന്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് എല്ലാരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. അതുവരെ കല്ലിച്ചു നിരുന്നവന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി ആ നേരം വിടാർന്നു. ആർക്കും മനസ്സിലാവാത്ത തരത്തിൽ ഒരു ചിരി, എല്ലാം അവന്റെ വഴിക്ക് വന്നതിലുള്ള ഒരു ചിരി. കാർ നിർത്തി ഹരി അതിൽ നിന്നും കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. ഉമ്മറത്തെ ചെരുപ്പുകൾ കണ്ടപ്പോൾ മനസ്സിലായി എല്ലാരും കൂടെയുള്ള ചർച്ചയായിരിക്കും അകത്തെന്ന്. അടഞ്ഞുകിടക്കുന്ന വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറുമ്പോൾ മനസ്സിൽ കരുതിയതുപോലെ തന്നെ എല്ലാം ഹാൾ തന്നെ ഇരിക്കുന്നുണ്ട്. മാധവനും മാധവന്റെ ഏട്ടന്മാരും പുതിയ ബിസിനസ് ഡീലേഴ്സും എല്ലാരും കൂടെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. ഹരിയുടെ കണ്ണുകൾ മാധവനിൽ മാത്രമായി തങ്ങി നിന്നു. ചിരിച്ചുണ്ടെന്തോ പറഞ്ഞിരിക്കുന്ന ആ ഹൃദയമില്ലാത്തവരിൽ ഞരമ്പ് പൊട്ടി പുറത്തേക്ക് വരുന്നു. ദേഷ്യത്തോടെ അവൻ അയാൾ അടുത്തേക്ക് പാഞ്ഞു പോയിട്ടിരിക്കുന്ന ഷട്ടിൽ പിടിച്ചു പൊക്കിക്കൊണ്ട് മാധവനെ സെറ്റിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. ഹരി! മാധവന്റെ കോൾ പിടിച്ചു വലിച്ചുണ്ട് അയാളുടെ കഴുത്തിൽ പിടിച്ചമർത്തി. മാധവന്റെ ഏട്ടന്മാർ വന്ന് ഹരിയെ പിടിച്ചു മാറ്റാൻ നോക്കി, പക്ഷെ നടന്നില്ല. ഹരി ഒന്ന് അവന്റെ ശരീരം കുടഞ്ഞതും അവർ അവന്റെ ശരീരത്തിൽ നിന്നും പിന്നിലേക്ക് നീങ്ങി. ഇതിലും നല്ലത് മകളെ കൊന്ന് തിന്നായിരുന്നില്ലേ നിങ്ങൾക്ക്? കൊന്നങ്ങ് തിന്നായിരുന്നില്ലേ എന്ന് അയാളുടെ കഴുത്തിൽ കുത്തി പിടിച്ചുകൊണ്ട് ഹരി ശബ്ദമുയർത്തി. കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശ്വാസം കിട്ടാതെ അയാൾ ഹരിയുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ടിരുന്നു. ഹരി, നീ കളിക്കാൻ നിൽക്കാതെ വിട്. മാധവന്റെ തൂർച്ച മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാധവന്റെ ഏട്ടൻ മോഹൻ ഹരിയെ ബലമായി പിടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ ഹരി നിന്നെടുത്ത് നിന്ന് അനങ്ങാ പോലും ചെയ്യാതെ മാധവന്റെ കഴുത്തിലെ പിടിമുറുക്കി. തീരട്ടെ, ഇതോടെ ഇയാളെ ഞാൻ കൊല്ലും. ഇനി ഇയാളുടെ പേരും പറഞ്ഞിട്ട് എനിക്ക് ഒരാളുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് ഇതോടെ ഇയാളെ ഞാൻ തീർക്കും. ഹരി മാധവന്റെ കഴുത്തിൽ പിടി മുറുക്കിക്കൊണ്ട് പറയുമ്പോൾ എല്ലാരും കൂടെ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവനെ മാറ്റി. ഇനിയും അവനെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ മകന്റെ കൈ കൊണ്ട് അച്ഛൻ തീരുമെന്ന് അവിടുന്ന് എല്ലാവർക്കും തോന്നി. അതുപോലെയായിരുന്നു ഹരിയുടെ നിൽപ്പും ഭാവവും. എല്ലാവരും ശക്തിയിൽ പിടിച്ചു മാറ്റിയതും മാധവന്റെ കഴുത്തിൽ പിടിവിട്ട് ഹരി പിന്നിലേക്ക് നീങ്ങി നിന്നു. താൻ ഏതാടൂ? പിന്നിൽ സെറ്റിൽ നിന്ന് ഹരിയെ ഞെട്ടിക്കൊണ്ട് നോക്കുന്ന വ്യക്തിയെ നോക്കി ഹരി അലറുമ്പോൾ അയാൾ സെറ്റിൽ നിന്നും എഴുന്നേറ്റ് ഹരിയെ പേടിയോടെ നോക്കി. ഞാൻ മാധവൻ വിളിച്ചിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ. മുന്നിൽ ദേഷ്യം കൊണ്ട് വിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരനെ അദ്ദേഹം പേടിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പോകാൻ. ഹരി അയാൾക്ക് നേരെ അലറിക്കൊണ്ട് പറഞ്ഞതും അദ്ദേഹം മാധവനെ നോക്കിക്കൊണ്ട് മുന്നിലുള്ള പെട്ടിയും പേപ്പറും ഒക്കെ എടുത്ത് പുറത്തേക്ക് കൂടി. അപ്പം അയാളുടെ കൂടെയുള്ളവരും. ഹരി! മാധവൻ കഴുത്തൊഴിഞ്ഞുകൊണ്ട് ഹരിയുടെ അടുത്തേക്ക് വന്ന് ദേഷ്യത്തിൽ വിളിച്ചു. ഒരു കൈ അകലത്തിൽ നിന്നോണം, അല്ലെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ മാത്രം ജീവിച്ചാൽ മതിയിടൂ. തനിക്ക് മരിച്ചൊന്നും പോവണ്ടേ? കുഴിയിലോട്ട് കെട്ടിയെടുക്കുമ്പോൾ താനും തന്റെ ഭാര്യയും ഈ കെട്ടിപ്പൊട്ടി ഉണ്ടാക്കുന്നതൊക്കെ കൊണ്ടുപോകുമോ? മക്കളായിട്ട് ഞങ്ങളല്ലേടൂ. ഞങ്ങൾക്ക് 2 പേർക്കും തന്റെ ഒരു ചില്ലി കാശ് വേണ്ട. പിന്നെ എന്തിനാ കട്ടിച്ചും വെടിച്ചും ഇങ്ങനെ ഓരോന്നുണ്ടാക്കിയെടുക്കുന്നത്? മടുപ്പ് തോന്നുന്നില്ലേ? മുന്നിൽ നിൽക്കുന്ന ജനിപ്പിച്ച അയാളുടെ അങ്ങേറ്റം വെറുപ്പും മറപ്പും അവന് തോന്നിയിരുന്നു. നീതിന് മാത്രം കിടന്ന് തിളച്ചു മറിയാൻ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് രവിശങ്കർ തന്ന ഡീൽ നല്ലൊരു കാശ് കിട്ടിയപ്പോ ഞാൻ അവർക്ക് കൊടുത്തു. ബിസിനസ് അല്ലേ, എല്ലാവരും ലാഭമല്ലേ നോക്കുന്നത്. പിന്നെ അവരുമായുള്ള എല്ലാ ബന്ധവും നമ്മൾ അവസാനിപ്പിച്ച സ്ഥിതിക്ക് അവരെ താങ്ങേണ്ട കാര്യം നമുക്കില്ലല്ലോ. ശരിയാ, തനിക്കില്ല. താൻ മനസ്സിൽ കണ്ടതുപോലെ ഒരു മകനല്ല റയാൻഷ് എന്നറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവനെ അകറ്റണം അല്ലേ? അവന്റെ കുടുംബത്തെ വെറുപ്പിച്ച് അവനെ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കണം. അതല്ലേ തന്റെ ആഗ്രഹം? നടന്നു. ഈ ബന്ധം ഇനി മുന്നോട്ട് പോകില്ല. പക്ഷെ അവന്റെ സ്ഥാനത്ത് നിങ്ങളെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ നിങ്ങൾക്ക് കിട്ടില്ല. ഇനി ഒരു മരുമകൻ, അത് നിങ്ങൾക്കുണ്ടാവില്ല. ഇനി ഒരു പരീക്ഷണത്തിന് എന്റെ പെങ്ങളെ ഞാൻ തരില്ല. ഇനിയുള്ള ലാഭമൊക്കെ തനിക്ക് ഈ ബുദ്ധി പറഞ്ഞു തരുന്നവരെ കൊണ്ട് ഉണ്ടാക്കിക്കോ. മാധവന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞിട്ട് ഹരി നേരെ തിരിഞ്ഞത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ലച്ചുവിന്റെ മുഖത്തേക്കാണ്. ഹരി ആദ്യമൊന്ന് അന്തിച്ചു നിന്നെങ്കിലും പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഏട്ടൻ അവനോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നിയില്ല. അത് വേണ്ടടാ. കൂടുതലൊന്നും ഏട്ടന്റെ കുട്ടിക്ക് ഏട്ടനോട് ചോദിക്കരുത്. അവൻ വേണ്ട, അത്രയുള്ളൂ. ഈ ബന്ധം നമുക്ക് ശരിയാവില്ല. നിറഞ്ഞ കണ്ണുകളുടെ ഹരി പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു.
ഹരി അവളെ രണ്ട് കൈകൊണ്ട് മുറുക്കെ അവന്റെ ശരീരത്തിലേക്ക് അമർത്തി പിടിച്ചു. പിന്നെ ആരെയും നോക്കാതെ അവളെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. അവർ പോന്നു നോക്കി എല്ലാരും ഹാൾ നിന്നു. കിച്ചു എന്തോ ആലോചനയുടെ സെറ്റിൽ കാലിന് മുകളിൽ കാലും വെച്ച് സെറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കിടക്കുന്നവൻ ശിവശങ്കരന്റെ ശബ്ദം കേട്ട് കണ്ണുകൾ തുറന്ന മുന്നിലേക്ക് നോക്കി. അവന്റെ വീട്ടിലെ ഹാളാണ്, എല്ലാരും ഉണ്ട്. അവൻ ശിവശങ്കരന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നേരെയിരുന്നു. എന്താ നിന്റെ തീരുമാനം? മുത്തശ്ശനാണ്. അവനൊന്നും മിണ്ടാതെ വെറുതെ എല്ലാ മുഖങ്ങളിലേക്കും നോക്കി. രുദ്രാംശന്റെ മുഖത്തും അവന്റെ അമ്മയുടെ മുഖത്തും മാത്രമേ ഒരു വേദന അവൻ കണ്ടുള്ളൂ. മറ്റുള്ള മുഖങ്ങളിലൊക്കെ ഒരുതരം ഗൗരവം നിറഞ്ഞ ഭാവമാണ്. എന്ത് തീരുമാനിക്കാൻ? നിങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ? അവർക്കും ആ തീരുമാനം തന്നെ. പിന്നെന്താ വീണ്ടും വീണ്ടും ഇത്ര ആലോചിക്കാൻ? ഞാൻ സീമാൻറ്റിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ ആൻറ്റി പറയുന്ന പോലെ നിയമത്തിന്റെ വഴിക്ക് ബന്ധം വേർപ്പെടുത്താം. അതാ നല്ലത്. അവസാനം എന്നോണം അവന്റെ തീരുമാനം പറഞ്ഞിട്ട് അവൻ മുകളിലേക്ക് പോകുമ്പോൾ സുഭദ്രയുടെ കണ്ണുകൾ മാത്രം ഒന്ന് നിറഞ്ഞു. ബാക്കി ആരുടെ മുഖത്തും വലിയ വേദനയോ സങ്കടമോ ഒന്നും കണ്ടില്ല. ഈ ബന്ധം അവസാനിച്ചാലും മുന്നോട്ട് പോയാലും അവർക്കൊന്നും ഒന്നുമില്ലെന്നുള്ള ഭാവമാണ്. സീമാൻറ്റി ആരാ? മീനുവാണത് ചോദിച്ചത്. വാസുദേവന്റെ മകൾ മീനാക്ഷി, സുഭദ്രയുടെ സുഹൃത്താണ്. അവർ വഴി ഈ ബന്ധം വേണ്ടെന്ന് വെക്കാനാണ് അവന്റെ തീരുമാനം. അല്ലെങ്കിലും രണ്ടു കുടുംബത്തിനും മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ബന്ധം അവസാനിക്കുന്നത് തന്നെയല്ലേ നല്ലത്? അവസാന വാക്കുന്ന പോലെ വാസുദേവ് പറയുമ്പോൾ അവരാരും അറിഞ്ഞില്ല ആ ബന്ധത്തിന്റെ ഒടുക്കമല്ല തുടക്കമാണ് ഇനി വരാൻ പോകുന്ന ദിനങ്ങളെന്ന്. റയാൻ മുകളിലേക്ക് വന്ന ബെഡിൽ മലർന്ന് കിടന്നു. ഉള്ളിൽ ചെറിയൊരു സന്തോഷമുണ്ട്. മനസ്സിൽ കരുതിയതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സന്തോഷം അവന്റെ മുഖത്തുണ്ട്. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും റയാൻ അവന്റെ ചിന്തകളെ വെറുതെ വിട്ടുകൊണ്ട് പോക്കറ്റിൽ കിടന്ന ഫോൺ കയ്യിലെടുത്തു. ഹരിയുടെ നമ്പർ കണ്ടതും അവന്റെ കണ്ണുകൾ കുറുകി. ഒരു ചെറിയ സംശയത്തോടെ ഫോൺ അറ്റൻഡാക്കി ചെവിയിൽ വെച്ചു. മിണ്ടാട്ടം ഒന്നുമില്ലെന്ന് കണ്ടതും അവന്റെ ഉള്ളിലുള്ള സംശയം കൂടുതൽ ബലപ്പെട്ടു. കയ്യിലുള്ള ഫോൺ ചെവിയിലേക്ക് ഒന്നുകൂടെ അമർത്തി വെച്ച ശേഷം അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ലക്ഷ്മിയും ഒടുക്കം അപ്പുറത്തെ ആളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. അപ്പുറത്ത് നിന്നൊരു മോളൽ ചെവിയിൽ പതിഞ്ഞോ ഇല്ലയോ എന്നറിയാത്തൊരു മോളൽ. പിന്നെ എന്താണ് പറയേണ്ടത് എന്നറിയാത്തത് കൊണ്ട് അവനൊന്നും മിണ്ടിയില്ല. അവിടെയും അതേ അവസ്ഥ തന്നെയാണെന്ന് തോന്നും. ഒന്നും മിണ്ടുന്നില്ല. എന്തിനാണ് വിളിച്ചെന്ന കാര്യം പോലും പറയാതെ ലച്ചു നിറഞ്ഞ കണ്ണുകളുടെ ഫോൺ ചെവിയിൽ വെച്ച് നിൽക്കുകയാണ്. ഞാൻ ഇത്തിരി തിരക്കിലാണ് ലക്ഷ്മി, വിളിച്ച കാര്യം പറയൂ. ഇത്തിരി ഗൗരവത്തോടെയുള്ള അവന്റെ വാക്കുകൾ ലച്ചുവിന്റെ കണ്ണുകളൊന്ന് നിറഞ്ഞു. ആ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുണ്ടവർ ശ്വാസം മാഞ്ഞു വലിച്ചു വിട്ടു. ഏട്ടൻ പറഞ്ഞു ഈ ബന്ധം അവസാനിപ്പിക്കാൻ പോവാണെന്ന്, നിയമപരമായി വേർപെടുത്താൻ പോവാന്ന്. ശരിയാണോ? അതെ, ഞാൻ ലക്ഷ്മിയുടെ അടുത്തും പറഞ്ഞിരുന്നല്ലോ ഇനി കോർട്ടിൽ വെച്ച് കാണാന്ന്. അത് അങ്ങനെ തന്നെയാണ്. എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ എനിക്കെന്തിനാ? ഇത്തിരി ദേഷ്യം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ കേൾക്കുന്ന ആൾക്ക് ഒത്തിരി ദേഷ്യം ആ വാക്കുകളിൽ ഉള്ളതുപോലെ തോന്നി. അതുപോലെയായിരുന്നു അവന്റെ ശബ്ദം. അച്ഛൻ, ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാനും ഏട്ടനൊന്നും അറിഞ്ഞുകൊണ്ടല്ല. എന്തോ അവൾ പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പറയാൻ കഴിയുന്നില്ല. അത്രയും പറഞ്ഞിട്ട് അവളൊന്ന് തേങ്ങി. എന്തിനാണ് അവൾ വിളിച്ചതെന്ന് അവൾ പറയാതെ അവനറിയാം. പക്ഷെ അത് അറിഞ്ഞ ഭാവം അവൻ കാണിക്കുന്നില്ല. അറിയാത്ത പോലെ ആ വീടിന്റെ അകത്തേക്ക് കയറി അവളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് തന്നെ വേണമെന്ന് ഒരു വാക്ക് അവൾ പറഞ്ഞില്ലല്ലോ എന്ന ദേഷ്യം അതാണ് അവന്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ തോൽക്കാൻ താല്പര്യമില്ലാതെ അവൻ അവളുടെ നേരെ കണ്ണടച്ചു. എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണ് സീമ. ആൻറ്റി ഞാൻ വിളിച്ചിരുന്നു. ഈ വരുന്ന മൺഡേ നമ്മളോടൊന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കാനാണ്. ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ എല്ലാം കേട്ടു നിന്നു. അപ്പം നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന താലിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഞെരിച്ചു. ഇതുവരെ തോന്നാത്തൊരു വേദന ആ നിമിഷം അവൾക്ക് തോന്നി. തിരിയുകയാണ്. പഴയതുപോലെ രണ്ടുപേരും രണ്ട് സ്ഥലത്ത്, അറിയാത്തവരായി. എന്തൊക്കെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ലക്ഷ്മി വരില്ലേ? വരണം. താൻ കൂടെ സഹകരിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ബന്ധം നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വരും. അതിന് എൻ്റെ കയ്യിൽ സമയമില്ല. ഗൗരവത്തോടെ റയൻ പറയുമ്പോൾ ലച്ചു ഒന്ന് മൂളി. എന്നെ ഉപേക്ഷിക്കരുത്, സ്വീകരിക്കണം. എനിക്ക് ജീവനാണ്. ഇങ്ങനെയൊന്നും പറയരുത് എന്നൊന്നും പറയാനുള്ള അടുപ്പമില്ലല്ലോ. ഒന്ന് കണ്ടിട്ടുണ്ട്, ഒരു താലി കെട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം അങ്ങനെ പറയാൻ കഴിയോ? ഇല്ല. കേൾക്കുന്നവർക്ക് കൂടെ ആ വാക്കുകൾക്ക് സത്യമാണ് തോന്നണ്ടേ? പറയുന്നവർക്ക് അത് ഫീൽ ചെയ്യാൻ കഴിയണ്ടേ? ഒരു പൊലിമയ്ക്ക് അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. അതുകൊണ്ട് ലക്ഷ്യമൊന്നും മിണ്ടിയില്ല. തനിക്ക് സമ്മതമല്ലേ?
അത് ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയിലെ ഉണ്ട്. പക്ഷെ ആ ശബ്ദം ഗൗരവത്തിൽ തന്നെയാണ്. അവനെ ഒട്ടും അറിയാത്ത, അവൻ്റെ സ്വഭാവം ഒട്ടും അറിയാത്ത അവൻ്റെ ഭാര്യയ്ക്കുണ്ടോ അത് മനസ്സിലാക്കാൻ കഴിയുന്നു? സമ്മതം. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കുത്തി ഒലിച്ചു വരുന്ന കണ്ണുനീർ തടയിട്ട് കെട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. റയാൻഷിന്റെ ചുണ്ടിലെ ചിരി ഒന്ന് മങ്ങി. സമ്മതമല്ലെന്ന് അവൾ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പുറം കരഞ്ഞുകൊണ്ട് സമ്മതം പറയുന്നവളെ ഒന്ന് കണ്ടിട്ടുണ്ട്, ഒരു താലി കെട്ടിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് അവനും അറിയില്ലല്ലോ. അപ്പോൾ ഇനി നേരിട്ട് കാണാം. തിങ്കളാഴ്ച വരണം, ഞാൻ വിളിക്കാം. പറ്റുമെങ്കിൽ നിന്നെ വിളിക്കാനും വരാം. ഒരു ചെറു ചിരിയുണ്ട് അവൻ്റെ ചുണ്ടുകളിൽ. അവളെ തേങ്ങലിനെ ചെവിയിൽ അലയടിക്കുമ്പോൾ ഒരു സന്തോഷം. വേണ്ട, ഞാൻ വന്നോളാം. എവിടേക്കാണെന്ന് മെസ്സേജ് അയച്ചാൽ മതി. എന്നാ നിന്റെ നമ്പർ പറ. റയാൻ നമ്പർ ചോദിച്ചതും എൻ്റെ നമ്പർ പോലും ഇല്ലേ എന്നൊരു ചോദ്യം അവളുടെ ഉള്ളിൽ ഉയർന്നു. അവൻ്റെ നമ്പർ തൻ്റെ കയ്യിലുമില്ലല്ലോ എന്നാലോചിച്ചപ്പോൾ ആ ചിന്ത പോയി. വേണ്ട, ഏട്ടൻ്റെ നമ്പറിലേക്ക് അയച്ചാൽ മതി. അവന് നമ്പർ കൊടുക്കാൻ തോന്നിയില്ല. എന്തിനു തോന്നണം? വിറ്റിട്ട് പോവാൻ നിൽക്കുവല്ലേ. അങ്ങനെയുള്ളവൻ എന്തിന് നമ്പർ കൊടുക്കണം? നമ്പർ പറ ലക്ഷ്മി. വീണ്ടും അതേ ചോദ്യം. ആദ്യത്തെക്കാൾ ഇത്തിരി കടുപ്പമുള്ള ശബ്ദം. ലച്ചു അറിയാതെ നമ്പർ പറഞ്ഞു. റയാൻഷ് ഒന്ന് ചിരിച്ചു. ആ സമയം തന്നെ ടേബിളിരുന്ന അവളുടെ ഫോണിൽ മെസ്സേജ് ടൂൺ കേട്ടു. എന്നാ ശരി, ഞാൻ വെക്കുവാണ്, കാണാം. അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു ചിരിയും ലച്ചുവിൻ്റെ ചുണ്ടിൽ വിഷാദവുമായിരുന്നു. വൈഫ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് ഒരു ചെറു ചിരിയോടെ നോക്കിയ ശേഷം അവൻ ബെഡിലേക്ക് മലർന്ന് കിടന്നു. പാവം. അവളെ അടക്കി പിടിച്ചുള്ള തേങ്ങൽ ചെവിയിൽ കേട്ടപ്പോൾ അവൻ പറഞ്ഞു, പെൺകുട്ടികളാകുമ്പോൾ ഇത്ര പാവം പാടില്ല ഭാര്യയെ. എൻ്റെ കയ്യിൽ കിട്ടട്ടെ. ഈ പാവ സ്വഭാവമൊക്കെ മാറ്റിയൊരു ദുഷ്ടതയാക്കി തരാം. ഒരു ചെറു ചിരിയുടെ അവൻ പറയുമ്പോൾ റയാൻഷിന്റെ ചുണ്ടിൽ ഭംഗിയുള്ളൊരു ചിരി ഉണ്ടായിരുന്നു. ഹരി അവൻ കാണാൻ വന്നപ്പോൾ തന്നെ മനസ്സിലായതാണ് അതവൻ്റെ പെങ്ങൾക്ക് വേണ്ടിയുള്ള വരവാണെന്ന്. ഇത്തിരി ചാടയിട്ടാലും അവസാനം സമ്മതിക്കണമെന്ന് തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷെ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയി. ഇനി എല്ലാവരുടെയും ഇഷ്ടത്തിന് കാര്യങ്ങൾ നടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചില കാര്യങ്ങൾ ചെയ്യും. താങ്ങാൻ നീ പാവം പെണ്ണിന് ഇത്തിരി ആരോഗ്യം മാത്രം കൊടുത്താൽ മതി. മുകളിലേക്ക് മലർന്ന് കിടന്ന് ഓരോന്നും പറയുമ്പോഴും അവൻ്റെ ചുണ്ടിൽ ആ ചെറു ചിരി ഉണ്ടായിരുന്നു. ആ ചിരിയോടെ തന്നെ അവൻ ബെഡിലേക്ക് മുഖം പൂഴ്ത്തി. ലച്ചു ഹരിയുടെ ഫോൺ അവിടെ വെച്ച് ടേബിളിലിരിക്കുന്ന അവളുടെ ഫോണിലേക്ക് ഓണാക്കി. സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് വന്ന് കിടക്കുന്ന മെസ്സേജ് നോക്കി. ഒരു ചിത്രമാണ്. അത് ഓപ്പൺ ആക്കിയതും ലച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ചുണ്ടു വിതുമ്പി വലത്തെ കൈകൊണ്ട് കഴുത്തിൽ കിടക്കുന്ന താരയിൽ അമർത്തി പിടിച്ചു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പിയിരിക്കുന്ന അവളുടെ കഴുത്തിലേക്ക് റയാൻഷ് ഒരു ചെറു പുഞ്ചിരിയോടെ താലി കെട്ടുന്ന ചിത്രമാണ്. അവൻ്റെ കണ്ണുകൾ രണ്ടും അവളുടെ മുഖത്താണ്. എന്തിനോ അത് കണ്ടതും ലച്ചുവിന് കൂടുതൽ സങ്കടമായി. ആ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ ഈ ആളെ എനിക്ക് തന്നെ തരണേ എന്നവൾ മൗനമായി പ്രാർത്ഥിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ പറയാനൊരു ഉത്തരവും പോലും ഇല്ലാതെ